നിങ്ങൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്തോ? ചെയ്യാൻ അറിയില്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. കാരണം ഇനി ആകെ 8 ദിവസമേ ഉള്ളൂ. ജൂൺ 30 അവസാന തീയതി. ഇത് നമ്മുടെ സെൻസസിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്വന്തമായിട്ട് വീടുള്ളവർക്കും വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. വീട്ടിലെ ഗൃഹനാഥന്റെ പേരിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിലാണ് നമ്മൾ പോയിട്ട് സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ബയോയിൽ ഇട്ടേക്കാം. ഇല്ലെങ്കിൽ ഇത് ഇതേപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ബ്രൗസറിലോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ സൈറ്റിൽ കയറുമ്പോൾ ഇതേപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക. അതിൽ നിങ്ങൾ ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. നമ്മുടെ കേസിൽ അത് കേരളമാണ്. എന്നിട്ട് അതിന്റെ താഴെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ബോക്സിൽ കാണുന്ന ആ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് അതേപടി ലെഫ്റ്റ് സൈഡിലുള്ള ബോക്സിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ പോപ്പപ്പ് ആയിട്ട് വരും. അത് വേണമെങ്കിൽ വായിച്ച് നോക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് അടുത്ത പേജിൽ ഗൃഹനാഥന്റെ പേരാണ് ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ കൊടുക്കുന്ന പേര് തെറ്റിപ്പോരുത്. ഇനീഷ്യൽ അടക്കം കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം വീട്ടിലെ ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ കൊടുക്കുക. ഇതിലേക്കായിരിക്കും OTPയും എന്യൂമറേഷൻ ID ഒക്കെ വരാൻ പോകുന്നത്. സോ മൊബൈൽ നമ്പർ കൊടുത്ത് താഴെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കാം. കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ചെയ്ത ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. അടുത്ത പേജിൽ ആ OTP കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടാവും. അതേപോലെ ഭാഷ തിരഞ്ഞെടുക്കാൻ പറയും. ഭാഷ നിങ്ങൾ മലയാളം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് താഴെ ആ OTP അടിച്ചു കൊടുക്കുക. അതിനുശേഷം വെരിഫൈ OTP എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലേക്ക് പോയിട്ട് വീണ്ടും ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ പോപ്പപ്പ് ആയിട്ട് വരും. അവിടെ നമുക്കൊരു മാപ്പ് ഉണ്ടാവും. അതിനകത്ത് എങ്ങനെ നമ്മുടെ വീട് സെലക്ട് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അത് മുഴുവൻ ഒന്ന് ശരിക്കും വായിച്ച് നോക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജില്ലയും പിൻകോഡും കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്ഥലപ്പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം ആ ഒരു ലിസ്റ്റിന് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങളുടെ വീടിനടുത്തുള്ള സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലമോ ആ ഒരു പേര് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ താഴെയുള്ളൊരു മാപ്പിലേക്ക് നിങ്ങളുടെ സ്ഥലം ഏകദേശം ലോഡായി വന്നിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ നിങ്ങളുടെ വീട് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. വീട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലം സ്ഥിരീകരിക്കുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും അവസാനമുള്ള സേവ് ചെയ്ത് അടുത്തത് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജ് മുതൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും. ഏകദേശം 33ഓളം ചോദ്യങ്ങളുണ്ട്. ഓരോ പേജുകളിലായിട്ടായിരിക്കും കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ ചോദിക്കുക. ഇതിനകത്ത് നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, വീട് വാടകയ്ക്കാണോ, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ടാവും. എല്ലാം കൃത്യമായി വായിച്ച് കൃത്യമായ മറുപടി അവിടെ കൊടുക്കുക. ഓരോ പേജിലെയും ചോദ്യങ്ങൾ കഴിയുമ്പോൾ സേവ് ചെയ്ത് അടുത്തത് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൺഫർമേഷൻ ചോദിക്കും. അടുത്ത പേജിലേക്ക് പോകും. അവിടെ ഉണ്ടാവും ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ അതുവരെ കൊടുത്ത ഉത്തരങ്ങളെല്ലാം അവിടെ ഒരു പ്രിവ്യൂ പോലെ വരും. എല്ലാം വായിച്ച് തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം എന്ത് ചെയ്യുക, സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കൺഫർമേഷൻ ചോദിക്കും. അവിടെ വേണം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സേ ഉള്ളൂ. അവസാനം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന നിങ്ങളുടെ എന്യൂമറേഷൻ ID അത് നിങ്ങളുടെ ഫോണിലേക്ക് SMS ആയിട്ട് വരും. നിങ്ങൾ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്കും വരുന്നതായിരിക്കും. സോ എല്ലാവരും ഒന്ന് ചെയ്തേക്കുക. 30-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്, മറക്കണ്ട.